റബ്ബ് സുബ്ഹാനഹു വ തആല റഹ്മത്തിൽ അംഗീകരിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു അല്ലേ കൊടുത്തത്, നമുക്കതിൽ യാതൊന്നും പറയാനില്ല, എതിർപ്പും പറയാനില്ല, ഒന്നും പറയാനില്ല. നമ്മളത് സമ്മതിക്കണം. ആ രൂപത്തിൽ നല്ല നല്ല മനസ്സിന്റെ ഉടമകളാകണം. ഹസദ് മൂമിനായ മനുഷ്യന് പറ്റിയ രോഗം അല്ല. ഹസദ് മൂർജിച്ചു വരുന്ന ആൾക്ക് അയാളെ ഹസനാത്തുകളൊന്നും കാണാനുണ്ടാകൂല. അൽ ഹസദു യഅ്കുലുൽ ഹസനാത്തി. നമ്മൾ പണ്ടേ പഠിച്ച ഹദീസല്ലേ, മദ്രസയിൽ നിന്ന് തന്നെ ഓതി പഠിക്കുന്ന ഹദീസാണ്. അസൂയ നന്മകളെ കാർന്നു തിന്നും. കമാ തഅ്കുലുൻ നാറുൽ ഹതബ്. തീ വിറകിനെ തിന്നും പോലെ. ഹസദ് വേണ്ട. ഖൽബ് നന്നാക്കുക. ഖൽബിന് പിടിപെടാതെ സൂക്ഷിക്കേണ്ട രോഗമാണ്. രോഗങ്ങളെ കൂട്ടത്തിൽ ഹസദ് എന്ന രോഗത്തിൽ നിന്ന് കാവൽ ചോദിച്ചുവെങ്കിൽ ഹസദിന്റെ തീവ്രതയും അതിന്റെ കെടുതിയും അതിന്റെ ഷർറും അത്ര മൂർച്ച കൂടിയതാണ്. ഹസദ് തീവ്രതയിൽ കൂടിയാൽ എന്തും ചെയ്യാൻ ഒരാളുള്ളൂ. ഹസദിന്റെ മൂർച്ച കൂടിയിട്ടാണ് കൊലപാതകങ്ങൾ നടന്നത്. ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം അതിന്റെ പേരിലാണ്, ളുൽമും അതിന്റെ പേരിലാണ്. അത് നമ്മൾ മറക്കരുത്. ആകാശലോകത്തെയും ആദ്യത്തെ ദമ്പും അത് തന്നെയാണ്. അതുകൊണ്ട് ഭാരിച്ചൊരു രോഗമാണത്. അത് പിടിപെടാതെ ഏതെങ്കിലും ആളുകൾക്ക് പിടിപെട്ടെങ്കിൽ അതിന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുമ്പോൾ അവരെ കൽബും കൂടി അള്ളാഹു നന്നായി കൊടുത്തോട്ടെ എന്ന് എഴുതിയിട്ടാണ്. നല്ല കൽബുള്ളവരാവുക. അള്ളാഹു തആല നൽകിയതിനെ പറ്റിയിട്ട്, ഒരാൾക്കും നൽകിയതിനെ പറ്റിയിട്ട് ഒരു കേടും ഒരു വിഷമവും തോന്നാതെ നല്ല മനസ്ഥിതി മാത്രം തോന്നി, ഏതൊരാളെ കുറിച്ചും നല്ല ഭാവന മാത്രം തോന്നിയിട്ട് നല്ല മനസ്സുള്ളവരായി ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. 10 കൊല്ലം ഖിദ്മത്തെടുത്ത അനസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശം അതാണ്. അനസേ, ഇദാ അസ്ബഹത വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദ് വഇദാ അംസൈത വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദ് ഫഫഅൽ. രാവിലെയായി വൈകുന്നേരമാകുന്നത് വരെ, വൈകുന്നേരമായി രാവിലെയാകുന്നത് വരെ വ്യത്യസ്ത ആളുകളോട് നീ ഇടപഴകും. വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദ്. ഒരാളോടും നിന്റെ ഖൽബിൽ ഒരു പകയുമില്ല, ഒരു വിദ്വേഷവുമില്ല, ഒരു ദേഷ്യവുമില്ല, ഒന്നുമില്ല. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അനസേ ഫഇന്നഹു മിൻ സുന്നത്തി. അതെന്റെ ചര്യയിൽ, എന്റെ മാതൃകയിൽപ്പെട്ടതാണ്. എന്റെ ആ മാതൃക പിൻപറ്റി നീ ജീവിക്കുമ്പോ എന്നോടൊപ്പം സ്വർഗത്തിലെത്താൻ കഴിയും. നല്ല തെളിച്ചമാർന്ന മനസ്സ് കൊണ്ടു നടക്കണമെന്നാണ് അരുമശിഷ്യൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശത്തിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്.